ഇവിടുന്ന് പോകാൻ ഭയങ്കര വിഷമമുണ്ട്. കാരണം മനസ്സിൽ നമ്മൾ സ്വന്തം വീട് പോലെ ഇരുന്നൊരു ഹൗസാണിത്. അപ്പോൾ ഇവിടുന്ന് വിട പറയാം. അപ്പോൾ ഇതാണ്ട് കേസ്, നമ്മൾ കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മൾ ഇരുന്ന വാടക വീടാണ്. അപ്പോൾ നമ്മുടെ വെളിയിൽ നിന്നുള്ള കാഴ്ച എങ്ങനെയാണ് കേട്ടോ. നമ്മൾ അകത്ത് എന്താ പറയുക, ഇപ്പോൾ ഇങ്ങനെ ചെടികളൊക്കെ പൂവിൻ്റെയൊക്കെ ചെമ്പരത്തി പൂവും അങ്ങനെയൊക്കെ ഇവിടെ വന്നിട്ട് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഫ്രണ്ടിലൊക്കെ ഈ ഫ്രണ്ടിലെ ഈ കിണറത്തെ വെള്ളം നമ്മൾ അവിടെ പോയാലും ഈ തിരിച്ച് ഈ വീടെത്തിയിട്ട് ഈ കിണറിൽ നിന്ന് വെള്ളം കുടിച്ചാലാണ് സൗവിന് ഭയങ്കര ആശ്വാസം. നമ്മൾ വേറെ വെളിയിൽ പോയി കഴിഞ്ഞാൽ അധികം എന്താ പറയുക, ചില ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ വെള്ളം അവൾക്ക് ചേരില്ല കേട്ടോ കേസ്. ഇവിടുത്തെ ഈ കിണറത്തെ വെള്ളമൊക്കെ കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസവും അത് സന്തോഷം കേട്ടോ. പിന്നെ ഇതാണ് നമ്മൾ വീടിൻ്റെ ഇത് കേട്ടോ. അപ്പോൾ നമ്മുടെ നേരെ അങ്ങോട്ട് കാണിക്കും, നമ്മൾ നേരെ കാണുന്നുണ്ടല്ലോ ഒരു കേസ് RC വീട്. ആ കാണുന്നത് മരങ്ങളുടെ ഇടയിലൂടെ കാണണമെന്നറിയില്ല, അതാണ് നമ്മുടെ ഓണറിൻ്റെ വീട് കേട്ടോ. തങ്കച്ചേച്ചി മോനാട്ട അത് സൂം ചെയ്സോ അവൻ്റെ വീട്. തങ്കച്ചേച്ചിയും മോനാട്ടൻ്റെയും വീട്, ഇവരാണ് നമ്മുടെ ഈ വീടിൻ്റെ ഓണർ കേട്ടോ. അപ്പോൾ അവർ ഓണറാണെങ്കിൽ കൂടി 10 വർഷമായിട്ട് നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് വന്ന് വാടക ചോദിക്കാനോ നമ്മുടെ വീടുകൾ നമ്മൾ സാധാരണ വാടക വീട്ടിലൊക്കെ ഇരിക്കുമ്പോഴേ എല്ലാവരും വന്നിട്ട് നോക്കാനും പിടിക്കാനൊക്കെ വരുമല്ലോ. ചിലപ്പോൾ അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ വാടകയ്ക്ക് ഇരിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ അറിയാം. അപ്പോൾ അതിൽ അങ്ങനെ ഒരു സംഭവങ്ങളും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇതിന് മുമ്പും കുറേ വീടുകളിൽ ഞങ്ങൾ വാടകയ്ക്ക് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ എന്താ പറയുക, ഒരു കൊല്ലം കഴിയുമ്പോഴേക്കും എപ്പോഴാണ് മാറുന്നത് അങ്ങനെയൊക്കെ ചോദിക്കുന്നതും അങ്ങനെയൊക്കെ ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയവരായിരിക്കുമല്ലോ നമ്മളെല്ലാവരും, ഈ വാടകയ്ക്ക് ഇരിക്കുന്ന എല്ലാവരും. അപ്പോൾ ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ നമുക്കൊരു പുതിയൊരു വീട് സ്ഥലം വാങ്ങി വീട് കെട്ടാനുള്ള ഒരു യോഗമൊക്കെ കിട്ടി. അതിന് ഭയങ്കര സന്തോഷം. പിന്നെ അപ്പോൾ അവർ തങ്കച്ചേച്ചിയും മോനേട്ടനെയും കുറച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ല സ്വഭാവവും എന്താ പറയുക, ഞങ്ങളോട് നല്ല സ്നേഹവും നമ്മുടെ ഒരു മാതാപിതാക്കളുടെ ആ ഒരു സ്നേഹം കാണിക്കുന്നവരാണ് അവർ സത്യത്തിൽ. എപ്പോൾ കണ്ടാലും നല്ല ചിരിച്ച് സംസാരിച്ച് വാടകയ്ക്ക് ഇരിക്കുന്നുള്ള ഒരു ഫീലൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ ഇരിക്കുന്നത്. ഇത്രയും 10 കൊല്ലം ആവാറായി. അതെ, അപ്പോൾ സൗ കല്യാണം കഴിഞ്ഞിട്ട് വന്നത് ഈ വീട്ടിലേക്കാണ്. ഞായറാഴ്ച ഞങ്ങൾ ഈ വീട് വാടകയ്ക്ക് വന്നു. അത് കഴിഞ്ഞ് വ്യാഴാഴ്ച ഞങ്ങളുടെ കല്യാണമുണ്ട്. അപ്പോൾ ഇതാണ്ട് കേസ്, നമ്മൾ കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മൾ ഇരുന്ന വാടക വീടാണ്. ഈ ഭാഗത്ത് കണ്ടില്ലേ, ഇതാണ് കേട്ടോ കേസ്. അല്ല സൗമ്യ, അപ്പോൾ ഞങ്ങൾ 10 വർഷമായിട്ട് ഞങ്ങൾ താമസിക്കുന്ന വീടാണ്. ബാക്കിൽ എന്താണ് റീന ചേച്ചിയുടെ സുരാറിൻ്റെ വീട്, ഇത് മാഷിൻ്റെ വീട്, ഇതൊക്കെയാണ് നമ്മുടെ നെയ്ബേഴ്സ് കേട്ടോ. പിന്നെ ഇത് ചന്ദ്രേട്ടൻ്റെ വീടാണ്, ചന്ദ്രേട്ടൻ മത്സൽ ചേച്ചിയുടെ വീടാണത്. അപ്പോൾ കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മൾ ഹാപ്പി ആയിട്ട് സന്തോഷത്തോടെ ഇരുന്ന ഒരു വീട്ടിൽ നിന്ന് ഇനി 2 ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾ മാറുകയാണ് കേസ്. ഞങ്ങൾ ഇവിടെ ഇരുന്ന് സ്വന്തമായിട്ട് നമ്മൾ വീട് കെട്ടി മാറാൻ പോവാണ്. സോ മൈക്ക് വെച്ചില്ല, കേൾക്കുന്നുണ്ടോ? ശരി. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു വീടിൻ്റെ ചെറിയ കാഴ്ചകളൊക്കെ കാണട്ടെ കേസ്. ഫ്രണ്ടിൽ ഒരു നല്ല നമുക്ക് വെള്ളത്തിനൊന്നും ഒരു ക്ഷാമമില്ല, നല്ല എന്താ പറയുക കിണറും അല്ലേ, നല്ല വെള്ളം കിട്ടുന്ന കിണറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വീട്ടിലത്തെ ചെറിയൊരു കുഞ്ഞു വീടാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ കാണിക്കട്ടെ കേസ്. അപ്പോൾ ഞങ്ങളെന്താ പറയുക, 10 വർഷമായിട്ട് നമ്മൾ ഹാപ്പിയായി സന്തോഷത്തോടെ ഇരുന്ന ഒരു കുഞ്ഞു വീടാണ്, മറക്കാൻ പറ്റില്ല. അപ്പോൾ ആ വീടിൻ്റെ ചെറിയ കാഴ്ചകൾ എടുത്തിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായി കാണാം. ഞങ്ങളെ നമ്മുടെ വീട് ഉദ്ഘാടനത്തിൻ്റെയും പാല് കാച്ചണതിൻ്റെ വീഡിയോസൊക്കെ നമുക്കിനി അടുത്തതിൽ കാണും. അപ്പോൾ ഇന്ന് ഈ വീടിൻ്റെ കാഴ്ചകളാണ് കേട്ടോ കേസ്, ഈ വീടും ഈ പരിസരവും. അപ്പോൾ നമ്മൾ പറഞ്ഞ് തീർന്നില്ല, അപ്പോഴേക്കും നമ്മുടെ ചന്ദ്രേട്ടൻ വന്നിട്ടുണ്ട്. അപ്പോൾ ചന്ദ്രേട്ടനും വത്സൽ ചേച്ചിയും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള ഒരു വ്യൂ കേട്ടോ. അപ്പോൾ എന്താ പറയുക, നല്ല അടിപൊളിയായിരുന്നു ഇവിടുത്തെ താമസവും നമ്മുടെ ഇവിടുത്തെ ജീവിതമൊക്കെ. നല്ല മനോഹരമായ ഓർമ്മകൾ സമ്മാനിച്ച ഒരു വീടാണ്. അപ്പോൾ അകത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഞങ്ങളെക്കാൾ കൂടുതൽ ഏറ്റവും ഇഷ്ടം നമ്മുടെ അനുവിനും പൊടിക്കും ഇവിടെ വന്ന് ഇരിക്കാനാണ് കേട്ടോ. ഈ ഹാളിൽ വന്നിരുന്ന ഒരു TV ഒക്കെ കണ്ടിരിക്കുന്ന ആ ഓർമ്മകൾ ഒരിക്കലും മറക്കാൻ പറ്റില്ല. അപ്പോൾ അവരുടെ മനസ്സിലും ഇത് നമ്മുടെ സ്വന്തം വീടാണ് പറഞ്ഞിട്ടാണ് കേസ് അവർ ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ വീട് കെട്ടാൻ തുടങ്ങിയപ്പോഴാണ് അവർ അത് മനസ്സിലാക്കിയത് കേട്ടോ. അപ്പോൾ ഫ്രണ്ടിൽ നിന്നുള്ള ആ കിണർ കണ്ടില്ല കേസ്, എന്നും വെള്ളം ഉണ്ടാവും കേട്ടോ. വെള്ളം വറ്റാറായില്ല ആ കിണറിൽ, ഇതുവരെ ഒരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്കിനി അകത്ത് നമ്മുടെ ഹാളിൻ്റെ എല്ലാ കാഴ്ചകളും നോക്കാം. ചെറിയൊരു ഹാളാണ്, കുഞ്ഞു ഹാളാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ദൈവങ്ങളുടെയൊക്കെ നമ്മൾ തിരികൊളുത്തി വെക്കുന്നതും എല്ലാം ഈ ഭാഗത്താണ് കേട്ടോ. അതാണ് ഞങ്ങളുടെ പൂജാമുറി, അതായത് വേറെ സ്ഥലങ്ങളൊന്നും പൂജാമുറി ആയിട്ടില്ല. അപ്പോൾ ഹാളിൻ്റെ ഒരു ഭാഗത്ത് തന്നെ ഞങ്ങൾ നമ്മുടെ എന്താ പറയുക, ഇന്ന് നമ്മൾ വന്ന് വെച്ച് തൊഴുതുന്ന ഒരു സ്ഥലം ഇവിടെയാണ്. ഇത് കണ്ടോ, ഇവിടെ ഈ ഒരു ചെടി ഞങ്ങൾക്ക് വളരെ പ്രത്യേകതയുള്ളൊരു ചെടിയാണ് കേട്ടോ. ഇത് ഞങ്ങൾ ചെറുത് അല്ലേ
കുറേ കാലങ്ങളായി ഇത് ഇവിടെ തന്നെ ഇരിക്കുന്നത്. അതിങ്ങനെ വാടാതെ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് ഇതാ ഇങ്ങോട്ട് വന്നു കേട്ടോ. അതെ, ഇനി പോകുമ്പോൾ അങ്ങോട്ട് എടുത്തിട്ട് പോകാമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. പിന്നെ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ്. സൗ അടുത്തുനിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഇത് നമ്മളെ സോളാറിൽ വർക്ക് ചെയ്യുന്ന ഒരു ബുദ്ധൻ്റെ പ്രതിമയാണ്. ഇപ്പോൾ വെയിൽ തട്ടിക്കഴിയുമ്പോൾ മാത്രം ഇത് തലയാട്ടുകയും ചെയ്യും. ഈ സാധനം കൊണ്ട് അല്ലേ ഇങ്ങനെ ടക്ക് 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 എന്നുള്ള സൈലൻ്റ് ആയി കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു സൗണ്ടൊക്കെ ഇവിടെ കേൾക്കാൻ പറ്റും. നമ്മൾ എന്താ പറയുക, ഇവിടെ എങ്ങനെ വെച്ചിരിക്കാം കേട്ടോ. വെയിലടിക്കുമ്പോഴേ സോറി കേട്ടോ, വെയിലടിക്കുമ്പോൾ അപ്പോൾ അതാണ്. അപ്പോൾ ഈ ഭാഗത്ത് ഞങ്ങൾ ഒരുക്കി വെച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. എന്തായാലും 2 ദിവസം കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് മാറാൻ പോവുകയാണ്. പിന്നെ ഈ വീടുകളൊക്കെ ഒരു ഓർമ്മയായിരിക്കും. കാരണം ഞങ്ങൾ എത്രയോ വീടുകളിൽ ഞാൻ കുഞ്ഞുനാൾ മുതൽ ഞങ്ങൾ വാടകയ്ക്കാണ്, അച്ഛനും അമ്മയും ഞങ്ങളൊക്കെ കൂടി വാടകയ്ക്കാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ടാണ് ഏറ്റവും കൂടുതൽ വർഷം ഇവിടെ ഇരുന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കുന്നത്. അപ്പോൾ സൗമ്യ കല്യാണം കഴിഞ്ഞ് വന്ന് അവൾ പുതിയ വീട് കെട്ടി മാറുന്ന വരെയും നമുക്കിവിടെ ഇരിക്കാനുള്ളൊരു ഭാഗ്യം അവൾക്ക് കിട്ടി. ഞങ്ങൾ പല വീടുകളിലും മാറി മാറി ഇരുന്നിട്ടുണ്ട് കേട്ടോ. കൊടുവായൂർ, മന്നത്തുകാവ്, നമ്മുടെ സിവിൽ സ്റ്റേഷൻ, അമ്പലക്കാട്, അങ്ങനെ യാക്കരയിൽ കുറേ സ്ഥലങ്ങളിൽ, പിന്നെ എന്താണ് പറയുക, മന്നത്തുകാവ്, അങ്ങനെ കുറേ സ്ഥലങ്ങൾ നമ്മൾ വാടകയ്ക്ക് ഇരുന്ന് കുറേ വർഷങ്ങൾ. അപ്പോൾ എന്താ പറയുക, ഞാൻ ജനിച്ച് നമുക്ക് ബുദ്ധി വെക്കുന്ന ആ സമയം മുതൽ വാടക വീടുകളിലായിരുന്നു ഞങ്ങൾ മാറി മാറി. കൂടിപ്പോയ 1 കൊല്ലം അല്ലെങ്കിൽ 1.5 കൊല്ലം 2 കൊല്ലം അതൊക്കെയായിരുന്നു നമ്മൾ ഇരിക്കുന്നത്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ കാലം ഞങ്ങൾ ഇരുന്നത്. ഇവിടെ ഇരുന്ന് വീടും കെട്ടാൻ പറ്റി ഭഗവാന്റെ ദൈവങ്ങളുടെ ഒരു അനുഗ്രഹം കൊണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ ഒന്നും ക്ലീൻ ചെയ്തിട്ടൊന്നുമില്ല. ഇത് നമ്മുടെ TV ഇത് വാങ്ങിയിട്ട് 2 വർഷമായിട്ട് 2-3 കൊല്ലമായി ഈ TV വാങ്ങിയിട്ട്. TCLൻ്റെ നല്ലൊരു കമ്പനിയായിരുന്നു, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇതൊന്നും നോക്കണ്ട, അതൊന്നും ഞങ്ങൾ ക്ലീൻ ചെയ്തിട്ടില്ല. കാരണം അതൊക്കെയാണ്. ഇവിടെയൊക്കെ 1-2 തവണ ഉള്ളിലൊക്കെ പെയിൻറ്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണല്ലേ ലൈറ്റ് ഇടാം കേട്ടോ. സോ ലൈറ്റ് ഇടണ. അപ്പോൾ ഇതാണ് ഇവിടെയും എല്ലാം അലങ്കോലമായി കിടക്കുകയാണ്. കാരണം നമ്മളെല്ലാം മാറ്റിക്കൊണ്ടിരിക്കുകയാണേ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ എന്താ പറയുക, ഞങ്ങളുടെ ബെഡ്റൂം. ഞങ്ങൾ വർഷങ്ങളായിട്ട് നമ്മൾ എവിടെ യാത്ര പോയാലും തിരിച്ച് ഇവിടെ വന്ന് ഈ ഇരുമ്പ് കട്ടിലിൽ കിടന്നു പറയണം. ഈ ഇരുമ്പ് കട്ടിലിൽ നമ്മുടെ ഈ കിടക്കയിലൊക്കെ വന്നിട്ട് കിടന്നാൽ തന്നെ നമുക്ക് നല്ല സുഖനിദ്ര കിട്ടുള്ളൂ കേട്ടോ ഗൈസ്. അത്രയും പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്പേസാണ്. അപ്പോൾ ചെറിയൊരു റൂമാണ് കേട്ടോ. ഇത് 10 10 8 അതൊന്നും നമുക്ക് കണക്കറിയില്ല. അപ്പോൾ നമ്മളിവിടെ ഒരു ഫാനും നമ്മുടെ ഒരു ഇരുമ്പിൻ്റെ ഒരു അലമാരയുണ്ട്, ചെറിയൊരു ടേബിൾ, വെള്ളമൊക്കെ വെക്കാനുള്ള ടേബിളും, ഇതൊക്കെയാണ് ഈ റൂമിലുള്ളൂ കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് അടുത്ത റൂം കാണാം അല്ലേ. ഇതൊരു ഹോം ടൂറല്ല, പക്ഷേ ഇത് ഓട്ടുവരകൾ ഓടിട്ട വീടുകളൊക്കെ അന്ന് ഓരോ വീടുകളും നിർത്തിപ്പോവാണല്ലോ. അപ്പോൾ നമ്മൾ ഇരുന്ന ആ വീട് നമ്മൾ അന്നേക്കും ഈ വീട് ഒരിക്കലും മറക്കരുത് എന്നുള്ളൊരു ആഗ്രഹത്തിൽ നമ്മളിത് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ഹാളിൽ നമ്മൾ ചെറിയൊരു സോഫയും കാര്യങ്ങളൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെയും ചെറിയൊരു റൂമാണ് കേട്ടോ. ഇവിടെ അമ്മയും അച്ഛനൊക്കെ കിടക്കുന്ന റൂമായിരുന്നു ഈ റൂം. അപ്പോൾ അച്ഛനും അമ്മയൊക്കെ കിടക്കുന്ന റൂമാണ് ഇത്. ഇവിടെ ഞങ്ങളിപ്പോൾ തുണികളൊക്കെ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം മടക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതാണ് ഇവിടെയും ചെറിയൊരു റൂമും കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ അപ്പുറത്ത് ഒരു റൂമുണ്ട്, അത് ഇച്ചിരിയും കൂടി അലങ്കോലമായി കിടക്കണം. കാരണം അലങ്കോലമല്ല, കാണിച്ചു തരാം കേട്ടോ. അവിടെയും തുണികൾ ഇങ്ങനെ ഇട്ടിട്ടേ, അപ്പോൾ നിങ്ങൾക്കൊരു അരോചകമായി തോന്നരുത്. ഒരു താഴെ കിടക്കുന്ന തുണികളൊക്കെ കിടക്കണം, അതുകൊണ്ടാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇതൊരു ചെറിയൊരു റൂം അത്രയേ ഉള്ളൂ. അവിടെയും കുറേ സാധനങ്ങളൊക്കെ നമ്മുടെ ട്രൈപോഡും കാര്യങ്ങളും ഒക്കെ. മേലെ മച്ചാണ് കേട്ടോ. മേലെ പണ്ടത്തെ ഈ ഭാഗത്ത് മേലെ ഒരു ഇപ്പോൾ സൗകര്യം നിൽക്കുന്ന റൂമിൻ്റെ മേലെ ഒരു മച്ച്, ഇവിടെയൊക്കെ മച്ചാണ്. അവിടെയൊന്നും നമ്മൾ സാധനങ്ങളൊന്നും ഇടാറില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുക്കളയ്ക്ക് പോവാം. ഇതല്ലേ പണ്ടത്തെ വാതിലുകളും കട്ടിലകളും ഒക്കെ ഇളകിയിട്ട് കേസ്. കാരണം വർഷങ്ങളായിട്ട് എല്ലാവിടെയും വിണ്ട് വരാൻ തുടങ്ങി. അതൊക്കെയാണ് ഇവിടെ. പിന്നെ ഈ റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ കിച്ചൺ. എല്ലാം പൊട്ടിപ്പൊളിഞ്ഞും ഒക്കെ കിടക്കുകയാണ്. പക്ഷേ എലി നോക്കി ഓടുന്നുണ്ടല്ലോ. എലികളുണ്ട് ഇവിടെ, കുറച്ച് എലികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അടുക്കള. അപ്പോൾ സൗവിനെ കാണിക്കാം. സൗവല്ലേ ഇവിടെ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് അല്ലേ.
അയ്യോ കാണുന്നില്ല. അപ്പോൾ ഇത് സൗവാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് കേട്ടോ. ഈ അടുക്കളയിൽ ഇവിടെ ആയിരിക്കും എപ്പോഴും ഉണ്ടാകുക. ഇവിടെ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു എന്താ പറയുക അങ്ങനെ കുറച്ച് പാത്രങ്ങൾ ഇവിടെയാണ് എല്ലാം ചെയ്യുന്നത്. ഇവിടെയൊക്കെ ഇതൊക്കെ ചുരണ്ടിയതാണ് കേട്ടോ. ഇവിടെ പെയിൻ്റ് അടിച്ചതായിരുന്നു, ഇതൊക്കെ ചുരണ്ടിയതാണ്. പിന്നൊക്കെ വിണ്ടുപോയി കേട്ടോ കേസ്, കുറേ കാലമായില്ല. അപ്പോൾ അതൊക്കെ വിണ്ടുപോയി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ കേസ് ഞങ്ങളുടെ വീട് എന്ന് പറയാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ കുഞ്ഞു വീടിൻ്റെ ഉൾവശം കേട്ടോ. ഇനി വെളിയിലൊരു റൂമുണ്ട്. അത് നമ്മുടെ എന്താ പറയുക നമ്മൾ വേസ്റ്റുകൾ, അതായത് വേണ്ടാത്ത നമ്മുടെ എന്തെങ്കിലുമൊക്കെ അല്ലേ കൊണ്ടിടാൻ വേണ്ടിയിട്ട് ഇരുമ്പിൻ്റെയും അതും ഇതൊക്കെ തുണ്ടുകളും കാര്യങ്ങളൊക്കെ കൊണ്ടിടാൻ വേണ്ടിയിട്ട് വെളിയിൽ ഒരു റൂമും കൂടിയുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ വെളിയിലാണ് ബാത്റൂം വരുന്നത് കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അത് കാണിക്കാം. അപ്പോൾ വെളിയിലേക്കാണ് നമ്മളിവിടെ കേട്ടോ. നമ്മൾ എന്താ പറയുക നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകുന്നത് ഈ ഒരു ഏരിയയിലാണ്. ഇവിടെയും വിള്ളലൊക്കെ വന്നു തുടങ്ങിയിട്ട് കേസ്. ഇവിടെയൊക്കെ ഇങ്ങനെ പാത്രങ്ങളൊക്കെ വെക്കാനുള്ള സെൽഫുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് വെളിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതല്ലേ ഈ റൂം ഞാൻ തുറക്കുന്നില്ല, കാരണം അതിലൊക്കെ പൊടികളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കേട്ടോ. മുറമൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അവിടെയൊക്കെ കണ്ടില്ല കേസ്. ഇവിടെയൊക്കെ ഇങ്ങനെ അവസ്ഥയായി ഇവിടെ. പക്ഷേ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ പുതുക്കി പണിത് കഴിഞ്ഞാൽ അടിപൊളിയാണ്. മഴക്കാലത്ത് മാത്രമേ ഇച്ചിരി പ്രശ്നമുള്ളൂ അല്ലേ. അപ്പോൾ ഇനി അകത്തുനിന്ന് നമ്മൾ വെളിയിലേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ അതവിടെ നമ്മൾ ഇതൊന്നും ഇപ്പോൾ യൂസ് ചെയ്യണില്ല കേട്ടോ. ഇതൊന്നും യൂസ് ചെയ്യണില്ല, മിക്സിയിലല്ല ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഈ ചമ്മന്തി അരയ്ക്കുന്ന ഇതൊന്നും യൂസ് ചെയ്യണില്ല. അതെ സൗമ്യ പറയണത് ഒരുപാട് വീഡിയോസുകളിൽ ഈ ഒരു സ്ഥലം നമ്മുടെ എല്ലാവർക്കും അറിയാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. പിടി ഞാൻ നമ്മുടെ ഒരുപാട് ഇതാണ് ബാത്റൂം. അപ്പോൾ അത് ഞാൻ നമ്മുടെ ഒരുപാട് വ്യൂകൾ പോയിട്ടുള്ള നമ്മുടെ പടക്കത്തിൻ്റെയും പല വീഡിയോസുകളുടെയും ഇൻട്രോയിലൊക്കെ ഈ ബാക്ക്ഗ്രൗണ്ടായിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാകുക. കാരണം ഞാൻ ഇവിടെ ഇരുന്നിട്ടാണ്, ഈ മതിലിൻ്റെ മേലെ ഇരുന്നിട്ടാണ് ചില വീഡിയോസുകളൊക്കെ ചെയ്ത് അത് നല്ല വ്യൂവിലൊക്കെ പോയിട്ടുള്ളത്. അതെ, ബാക്ക്ഗ്രൗണ്ട് നല്ല പച്ചപ്പും കാര്യങ്ങളും തെങ്ങും അങ്ങനെ കുറേ മരങ്ങളൊക്കെ ഉള്ള ഈ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടാണ് കേസ്. പിന്നെ നമ്മുടെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് എല്ലാവിടെയും കരി പിടിച്ചിട്ടും പാസാറ് വന്നിട്ടും പെയിൻ്റ് ഇല്ലാത്തതൊക്കെ കൊണ്ട് നമ്മളെപ്പോഴും സെലക്ട് ചെയ്യുന്നത് ഇവിടെ വന്നിരുന്ന് ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇനി നമ്മൾ ഇനാഗ്രേഷൻ പാല് കാച്ചുന്ന വീഡിയോ ആണ് ഇനി നമ്മൾ അടുത്തത്. ഞങ്ങൾ വീട് ഇരുന്നിട്ട് അന്നത്തെ ദിവസത്തെ വീഡിയോ നിങ്ങൾ കാണണം. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യട്ടെ കേസ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഈ വരുന്ന എന്താ പറയുക ഡിസംബർ 15-ാം തീയതിയാണ് ഞങ്ങൾ വീട് പാല് കാച്ചാൻ പോകുന്നത് കേട്ടോ കേസ്. അപ്പോൾ ഇനി അന്നത്തെ ദിവസം ഇന്ന് തലേന്ന് വാസ്തുപൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ആക്കര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ വിഷ്ണു നമ്പൂതിരിയാണ് വന്നിട്ട് അതിൻ്റെ പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ ഞങ്ങളെ എന്താ പറയുക വീട് കെട്ടാനും ഒക്കെ ഒരുപാട് സഹായിച്ച, ഒരുപാട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് പേരുണ്ട്. അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ നമ്മുടെ വീടൊക്കെ കാണിച്ചിട്ട് ഈ ഒരു കുഞ്ഞു സ്വർഗത്തിൽ നിന്ന് നമ്മുടെ അതായിട്ടുള്ള അതും ഒരു സ്വർഗമായി മാറട്ടെ എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം കേട്ടോ കേസ്. ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് കെട്ടിപ്പൊക്കിയ ഞങ്ങളുടെ അതെ കെട്ടിപ്പൊക്കിയ ആ വീട്. പിന്നെ എന്താ സൗ പറയണത് എന്താണെന്ന് അറിയോ, ഇവിടെ നിന്ന് പോകാൻ ഭയങ്കര വിഷമമുണ്ട്. കാരണം മനസ്സിൽ നമ്മൾ സ്വന്തം വീട് പോലെ ഇരുന്നൊരു ഹൗസാണിത്. അപ്പോൾ ഇവിടെ നിന്ന് വിട പറയാണ് കേട്ടോ കേസ്. അപ്പോൾ അതെ ഈ നാട്ടുകാരെയൊക്കെ മിസ് ചെയ്യും. കാരണം എല്ലാവരും നല്ല സഹകരണത്തോടു കൂടി അതെ ഇവിടെ നിന്ന് കുറച്ചേ ഉള്ളൂ ഞങ്ങൾ ഇരിക്കുന്ന വീട്. ഇപ്പോൾ കെട്ടുന്ന വീട് ഇവിടെ നിന്ന് 1 കിലോമീറ്റർ പോലും ഇല്ല കേട്ടോ കേസ്. അത്രയും അടുത്ത് തന്നെയാണ്. പക്ഷേ എന്താ പറയുക ഇവിടെ ഒരു പീസ്ഫുള്ളായിട്ടൊരു സ്ഥലമാണ്. അതൊരിക്കലും മറക്കാൻ പറ്റില്ല ജീവിതത്തിൽ. അപ്പോൾ സന്തോഷമല്ലേ. അപ്പോൾ ഓക്കെ അല്ലേ സോ അപ്പോൾ ഇനി നമുക്ക് പുതിയ വീട്ടിൻ്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം അല്ലേ. ഓക്കെ.